ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ സുരേഷ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചും അവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ചും പ്രതിപാദിച്ചത് നിങ്ങളെവരും ശ്രദ്ധിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് ഭക്ഷണാസക്തി അല്ലെങ്കിൽ ഫുഡ് ക്രേവിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചില ഭക്ഷണങ്ങളുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത താല്പര്യത്തെയാണ് ഭക്ഷണാസക്തി അല്ലെങ്കിൽ ഫുഡ് ക്രേവിംഗ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരക്കാർക്ക് അമിതമായ കൊഴുപ്പ്, മധുരം എന്നിവയടങ്ങിയ പിസ്സ, ബർഗർ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം എന്നിവയോട് കൂടുതൽ താല്പര്യമുണ്ടാകും. ഭക്ഷണത്തോടുള്ള ആസക്തി മനസ്സിനെയും വിശപ്പ് ആമാശയത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇതൊരുതരം സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഭക്ഷണാസക്തിയെ. ഇനി ഇത്തരം ഭക്ഷണാസക്തി ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഞാൻ ചെറുതായി ഒന്ന് വിവരിക്കാം. പ്രധാനമായും ഹോർമോൺ വ്യത്യാസങ്ങൾ, മറ്റു ചില രോഗങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്നിവയെ കൊണ്ടും മാനസിക സമ്മർദ്ദങ്ങളെ കൊണ്ടും ഭക്ഷണാസക്തി അല്ലെങ്കിൽ ഫുഡ് ക്രേവിംഗ് സംഭവിക്കാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ മറികടക്കാനുള്ള, ഈ ആസക്തിയെ മറികടക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രതിവിധികളെ കുറിച്ചാണ്. ഒന്ന്, ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്, നമുക്ക് എപ്പോഴാണോ ഭക്ഷണത്തോടുള്ള ആസക്തി കൂടുന്നത് ആ സമയത്ത്, അല്ലെങ്കിൽ ആ വിശപ്പ്, ഭക്ഷണത്തോടുള്ള ആസക്തി വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കുറേശ്ശെ വെള്ളം കുടിക്കുക. അതൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രതിവിധിയായിട്ട് പറയാം. ഈ ആസക്തി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് മുൻപ് സൂചിപ്പിച്ചല്ലോ. അത്തരം ഭക്ഷണങ്ങൾ, ബേക്കറി ഫുഡ്സ് ആയാലും ചോക്ലേറ്റ്സ് ആയാലും മറ്റു എണ്ണയിൽ വറുത്ത ആഹാരങ്ങളായാലും വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്വഭാവം ഒഴിവാക്കുക. മറ്റൊരു പ്രായോഗികവും എന്നാൽ കൂടുതൽ ഫലപ്രദവും ആയിട്ടുള്ള ഒരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കുക. എനിക്ക് കൂടുതൽ ആസക്തിയുള്ള, ഞാൻ കൂടുതൽ ആശ്രയിക്കുന്ന ഫുഡിനെ 2 ആഴ്ചയിലേക്ക് ഞാൻ ഒഴിവാക്കുന്നു എന്ന് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും ഈ ഭക്ഷണത്തോടുള്ളൊരു പ്രതിവിധി നഷ്ടപ്പെടും. കൂടാതെ മാനസിക സമ്മർദ്ദം, ടെൻഷൻ എന്നിവയോടുണ്ടാകുന്ന ഭക്ഷണശക്തി ഒഴിവാക്കാനായിട്ട് യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നിവ ശീലിക്കുന്ന ഒരു പരിധിവരെ സഹായകരമാണ്. ഇത്തരക്കാരിൽ സംഭവിച്ചിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായകരമായ ഒന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനായി നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികളായാലും മറ്റു പച്ചക്കറികളായാലും നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ വേറൊന്ന് ചെയ്യാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പ്രധാനമായ ഭക്ഷണം 3 നേരമാണല്ലോ. ആ 3 നേരത്തെ ഭക്ഷണത്തിന് മുമ്പിലും സാലഡുകൾ, കൂടുതൽ സാലഡുകൾ, 1 കപ്പ് സാലഡെങ്കിലും നമ്മൾ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുക. അപ്പം നമുക്കൊരു വയറ് നിറഞ്ഞൊരു പ്രതീതി, ഫുൾനെസ് ഓഫ് സ്റ്റൊമക്ക് ഫീലിംഗ്, അത് വളരെയധികം നല്ലതാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നിത്യേനയുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഉറപ്പായും ഫലം ലഭിക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.